ഇന്നടത്തെ വോട്ട് ചെയ്യാവും, ഇന്നവർക്കേ വോട്ട് ചെയ്യാവും എന്നൊരു തീരുമാനം ഏതായാലും SNDP യോഗത്തിൽ നിന്ന് ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനെപ്പറ്റി ആലോചിക്കണമെങ്കിൽ തന്നെ, ഒരു തീരുമാനം എടുക്കണമെങ്കിൽ തന്നെ SNDP യോഗത്തിൻ്റെ ബോർഡ് കൂടണം. ബോർഡ് കൗൺസിൽ കൂടി മാത്രമേ ഔദ്യോഗിക നിലയിലൊരു തീരുമാനം എടുത്ത് പറയുവാൻ സാധിക്കുകയുള്ളൂ. അത് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യട്ടെ, സ്ഥാനാർത്ഥി നിർണ്ണയം വരട്ടെ. ആ സ്ഥാനാർത്ഥി നിർണ്ണയം എല്ലാം കഴിഞ്ഞ ശേഷം ഞങ്ങളുടേതായ ബോഡി കൂടി ചർച്ച ചെയ്ത് അപ്പോൾ അഭിപ്രായം SNDP യോഗത്തിൻ്റെ പറയും. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഇപ്പോൾ UDF നേതാക്കളിലേക്കൊക്കെ അന്വേഷണം പോകുന്നുണ്ട്. പല ആളുകൾ ഇന്നലെ കണ്ടില്ല, UDF കൺവീനറൊക്കെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയിരുന്നു. അതെന്താണ് നോക്കി കാണുന്നത്? ഇതെല്ലാം ഈ ഇലക്ഷൻ വരെ നിൽക്കും. അത് കഴിഞ്ഞ് സ്വർണ്ണവും കാണുകയില്ല, വാളയും കാണുകയില്ല, അയ്യപ്പനും കാണുകയില്ല, ചർച്ചയും കാണുകയില്ല. അപ്പോൾ ഇലക്ഷൻ്റെ ഒരു സ്റ്റണ്ടോ അല്ലെങ്കിൽ ഒരു ലൈവായി നിർത്തുന്ന ഇലക്ഷൻ വരെ നിർത്തുന്ന ഞാൻ വിചാരിക്കുന്നത്. ഈ UDF നേതാക്കൾക്കൊക്കെ ഇതിൽ പങ്കുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? ഇപ്പോൾ UDF കൺവീനറൊക്കെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു SIT. അല്ല, അവരെന്ത് ചെയ്യുന്ന പറയണത്? UDF ആയാലും LDF ആയാലും ഇതെല്ലാം പാർട്ടികളെ ഉൾപ്പെടുത്തുന്നത് ശരിയല്ല. പല വ്യക്തികളും പോയി അയ്യപ്പ ഭക്തന്മാരായി പോയിട്ട് അവിടെയുള്ള തന്ത്രിമാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കാണുമായിരിക്കാം. അതെല്ലാം ഒരു പാർട്ടിയുടേതാണെന്ന് എങ്ങനെ നമുക്ക് പറയാൻ സാധിക്കും? വ്യക്തിപരമായി LDF പെട്ടവരിപ്പിക്കാണ്, UDF പെട്ടവരിപ്പിക്കാണ്. അത് വ്യക്തിപരമായി അവരെ തേജോവധം ചെയ്യാൻ ഈ ഇലക്ഷൻ സമയത്ത് ഉപയോഗിക്കുന്നു എന്നുള്ളത് കവിഞ്ഞിട്ട് മറ്റൊന്നുമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പ്രയോജനപ്പെടുത്തുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? എല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജലിവാറി എറിയുന്നുണ്ട് അയ്യപ്പൻ്റെ പേരിൽ. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഒരു കുഴപ്പമില്ല, നല്ല ഭംഗിയായി പോകുന്നു. പിണറായി മൂന്നാമതും വരാനുള്ള സാധ്യതയുണ്ടോ? സാധ്യത നല്ലതുപോലെ തെളിഞ്ഞു നിൽപ്പുണ്ട്. പിന്നെ അതിൻ്റെ എല്ലാ അവസാന രൂപവും പാവവും സ്ഥാനാർത്ഥി നിർണ്ണയവും എല്ലാം കഴിഞ്ഞ ശേഷം നമുക്കൊരു എങ്ങനെ ഊരിത്തിരിയുന്നു എന്നുള്ളതിനെപ്പറ്റി ഒരു പൂർണ്ണ രൂപം നമുക്ക് കിട്ടണമെങ്കിൽ സ്ഥാനാർത്ഥി നിർണ്ണയം, അതുപോലെ ഓരോ പാർട്ടികളും അതിനകത്തുള്ള പങ്കാളിത്തങ്ങൾ ഇതൊക്കെ കൂടെ മനസ്സിലാക്കിയ ശേഷമേ നമുക്കൊരഭിപ്രായം പറയാനുള്ളൂ. പക്ഷെ പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പൂർണ്ണ സംതൃപ്തനാണ്. മൂന്നാമതും വരാനുള്ള സാധ്യത ഏറെ ഉണ്ട്. അങ്ങയുടെ പൂർണ്ണ പിന്തുണ പിണറായിക്കുണ്ട്. എൻ്റെ പിന്തുണ പിണറായിക്ക് വ്യക്തിപരമായിട്ടൊന്നുമില്ല. അഭിപ്രായങ്ങൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അഭിപ്രായങ്ങൾ എല്ലാവർക്കും പറയാമല്ലോ. എതിര് പറയുന്നവർ കാണാം, അനുകൂലം പറയുന്നവർ കാണാം. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. BJPക്ക് എങ്ങനെയാണ് സാധ്യതയുണ്ടോ? സീറ്റുകൾ കൂടുതൽ കിട്ടുമോ? BJPക്കാർ വോട്ടിംഗ് പെർസെൻറ്റേജ് അവർ കൂടുതൽ പിടിക്കും. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ BJPയുടെ നേതൃത്വത്തിൽ വന്നതിൽ പിന്നീട് വലിയൊരു മാറ്റം ഇന്ന് കേരളത്തിൽ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ BJPക്ക് കേരളത്തിൽ 10-30 സീറ്റ് കിട്ടും എന്നവർ അവകാശപ്പെടുന്നതിന് ശ്രമിക്കുമെന്നുള്ളത് അവരുടെ ആഗ്രഹമായിരിക്കും. സീറ്റ് കിട്ടുമോ ഇല്ലേ എന്നുള്ളതിനെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല. ഏതായാലും കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും അവർക്ക് വോട്ടിംഗ് ഷെയർ ഇത്തവണ കൂട്ടാനും സാധിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാധ്യമങ്ങളോടൊക്കെയുള്ള ഒരു വഴക്ക് കഴിഞ്ഞു. മാധ്യമങ്ങളിൽ എനിക്കൊരു വഴക്കുമില്ല. എന്നെ ഈ പൊട്ടിയെ ചെട്ടിയെ വെച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കുമെന്ന് കേട്ടിട്ടില്ലേ? കിട്ടിയില്ലേ? എന്നെ ചതിച്ചവനെല്ലാം കിട്ടിയില്ലേ? അതുകൊണ്ട് മാധ്യമങ്ങളൊരു മര്യാദ, ഒരു മാധ്യമപ്രവർത്തകരാണ് നിങ്ങളെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വേണം ഒരു സ്നേഹം. അല്ലാതെ മാധ്യമ വിചാരണ നടത്താൻ എൻ്റെ ഒരു കരുവാക്കരുത്. അപ്പോൾ മാധ്യമത്തല്ല, ചില മാധ്യമങ്ങൾക്ക് എൻ്റെ ചോര കുടിച്ചേ തീരുള്ളെന്നുണ്ട്. അവർക്കൊക്കെ ദൈവം ശിക്ഷ കൊടുത്തില്ലേ? ഞാനൊന്നും കൊടുക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്, പൊട്ടിയെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ ദൈവം ചതിക്കും. ഒഴിക്കോട്ടെ. പുതിയ തലമുറയിൽപ്പെട്ട രാഷ്ട്രീയ നേതാക്കളടക്കം സാമുദായിക സംഘടനകൾ രാഷ്ട്രീയത്തിൽ ഇടപെടുന്നത് അത്ര ഭൂഷണമുള്ള കാര്യമല്ല എന്ന് പറയുമ്പോഴും ചില സാമുദായിക സംഘടനകൾ, പ്രത്യേകിച്ച് വൈദികരടക്കമുള്ള ആളുകൾ, അവരവരുടെ സമുദായത്തിൽപ്പെട്ട ജനപ്രതിനിധികളായവരെ വിളിച്ചു വരുത്തി സ്വീകരണം കൊടുക്കുക, അവരുടെ പ്രാധാന്യം എടുത്തു പറയുക, അങ്ങനെ അതേപോലെ കാര്യങ്ങൾ ചെയ്യുക. ലത്തീൻ സഭയെ അടക്കമുള്ള ആളുകൾ കൊച്ചി മേയർക്കൊക്കെ കഴിഞ്ഞ് തവണ സ്വീകരണം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വരാപ്പുഴ അതിരൂപത അവരുടെ പ്രതിനിധികളായിട്ടുള്ളവർക്ക് സ്വീകരണം കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെ സാമുദായിക സംഘടനകൾ പലരും വിഘടിച്ച് ഈ രാഷ്ട്രീയത്തിൽ വ്യക്തമായ ഇടപെടൽ നടത്തുന്നുണ്ടെന്നുള്ളതല്ലേ തോന്നുന്നത്? അത് ശരിയാണെന്ന് തോന്നുന്നു.
കാരണം നമുക്ക് പറഞ്ഞാൽ കാലഘട്ടം മാറി. ഇപ്പോൾ സാമുദായിക സംഘടനകൾക്കും ഏറെ പ്രസക്തിയുള്ളൊരു കാലഘട്ടമായി മാറി. ഇതൊന്നും ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് ശരി തന്നെ. പക്ഷേ ഒരു സാമുദായിക സംഘടന ഇടപെടാതെ രാഷ്ട്രീയക്കാർക്ക് രാഷ്ട്രീയത്തിൽ വിട്ട് അത് മുമ്പോട്ട് പോകാനാണ് നല്ലതെന്നുള്ളത് ശരിയെങ്കിൽ തന്നെയും ഇന്നിപ്പോൾ നമ്മുടെ രാഷ്ട്രീയത്തിൽ പണ്ടത്തേക്കാളും സ്ഥാനാർത്ഥി നിർണയങ്ങൾക്ക് പോലും വോട്ട് കൊടുപ്പിക്കുന്ന രീതിയിൽ പോലും പല സമുദായ നേതാക്കന്മാരും ഇടപെട്ടുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. മാത്രമല്ല ചില സമുദായങ്ങൾ പറയും ഞങ്ങൾക്ക് അവിടെ പ്രാതിനിധ്യം കിട്ടിയില്ല. ഇപ്പോൾ തന്നെ ചില സഭകൾ പറഞ്ഞിരിക്കുന്നു ലത്തീൻ അവിടെ കിട്ടിയില്ലേ, ഞങ്ങൾ അങ്ങനെ ചെയ്തതായി ഇങ്ങനെ ചെയ്തതായി എന്നൊക്കെ ചില പ്രസ്താവന കാണുന്നുണ്ട്. ഇങ്ങനെ പല സമുദായങ്ങളും പല രീതിയിലുള്ള ചിന്തകളിലേക്ക് പോകുന്നു. മാത്രമല്ല ഇന്ന് സമുദായങ്ങൾ സംഘടനകൾ പാർട്ടി ഉണ്ടാക്കി ആ പാർട്ടിയിലൂടെ അവരുടെ ആധിപത്യം നേടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. പണ്ടിങ്ങനെയായിരുന്നോ ജാതിയും മതവും വർഗവും പറഞ്ഞുകൊണ്ടൊന്നും വോട്ടുപിടുത്തമൊന്നും ഇല്ലായിരുന്നു. ഇന്നിപ്പോൾ ജാതി സംഘടനകളായി, ജാതി പാർട്ടികളായി, അങ്ങനെ ജാതി നേതാക്കന്മാരായി, അതിൽ ജാതി ആത്മീയ നേതാക്കന്മാരായി അവരെല്ലാം അവരുടേതായ അണികൾക്ക് വോട്ട് മേടിക്കാനും സ്ഥാനാർത്ഥിയാക്കാനും പരസ്പരം മത്സരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറി നമ്മൾ. നമുക്ക് എന്ത് ചെയ്യാറുണ്ടോ? അത് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്ത് സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞാൽ കൂടിയിരിക്കും. എല്ലാ പ്രാവശ്യവും കൂടാറുണ്ട്. ഇത്തവണ കൂടും, പിന്നെ കൂടും. അതിൻ്റെ SNDP യോഗത്തിൻ്റെ അഭിപ്രായം പറയും. സാധാരണ സമുദായ സംഘടനകളൊക്കെ അവർക്ക് സ്ഥാനാർത്ഥികളെ വേണമെന്ന് ആവശ്യപ്പെടാറുണ്ട്. SNDP അത്തരത്തിലുള്ള ആവശ്യം വല്ലതും മുന്നോട്ട് വെക്കുമോ? ഒരിക്കലുമില്ല. ഞങ്ങൾക്ക് ഇന്നൊരു സ്ഥാനാർത്ഥിയാകണം എന്ന് പറഞ്ഞുകൊണ്ട് സമുദായ എന്ന നിലയിൽ ആരെയും സ്പോൺസർ ചെയ്തുകൊണ്ട് സ്ഥാനാർത്ഥിയാക്കാനോ അതിനുവേണ്ടി രാഷ്ട്രീയക്കാർക്ക് വിലപേശാനോ ഒന്നും ഞങ്ങളാരും ഒരിക്കലും പോകാൻ പാടില്ല.